എല്ലാവരും എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് 27. വളരെ നാളിന് ശേഷമാണ് മലയാളികൾ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഒരു ചിത്രത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടാകുന്നത്. അത് അസൂയപ്പെട്ടിട്ടോ കുശും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് അസൂയയും കുശുമ്പിനും മരുന്നില്ല എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മോഹൻലാലിൻ്റെ എമ്പുരാൻ മാർച്ച് 27 റിലീസാകും. ഇനിയും കേവലം 20 ദിവസം മാത്രമേ ഉള്ളൂ. 20 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് എടുക്കണം, തിയേറ്റർ തുറക്കണം, പടം കാണണം. ബാക്കിയെല്ലാം പിന്നെ പടം നല്ലതോ ചീത്തയാ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് പടം കാണുക എന്നുള്ളതാണ് ഭൂരിപക്ഷം സിനിമാ പ്രേമികളുടെ മനസ്സിലുള്ള കാര്യം. അത് നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലൊരു ചിന്തയായിരുന്നു. അപ്പം ഒരു സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇതിൻ്റെ ട്രെയിലറിൻ്റെ സെൻസർ പൂർത്തിയാക്കി 3 മിനിറ്റ് 51 സെക്കൻഡ്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലല്ലേ. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ 3 മിനിറ്റ് 51 സെക്കൻഡുള്ള ആ ട്രെയിലറിൽ കാണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടീസർ ഇറങ്ങിയപ്പം ഈ ഫാൻ ഷോകൾ വല്ല തിയേറ്റർ തന്നെ ഷോ വെച്ച് അതിൻ്റെ ഓളം നമ്മളൊന്ന് കണ്ടതാണ്. ഇപ്പം ട്രെയിലർ ഇറങ്ങുമ്പം പിന്നെ എന്താണെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നോടിയായിട്ട് 10 ദിവസം മുമ്പോടിയായിട്ട് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നു. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് പ്രദർശിപ്പിക്കാനുള്ള സാധ്യത. ഈ പണി എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെയും ആൻ്റണി പെരുമ്പാവൂരിനെയും ആരും പ്രൊമോഷൻ്റെ പണിയൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യമായിട്ടറിയാം എവിടെ കൊള്ളണം, എവിടെ കൊള്ളിക്കണം എന്നുള്ളത്. അത് കൃത്യമായിട്ട് അവർ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്റുകളുമായിട്ട് പല വീഡിയോകൾ രാവിലെയും വൈകിട്ടുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു. അതൊരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പെടാത്ത ക്യാരക്ടർ വേറെ ഉണ്ടോ എന്നുള്ളതാണ് ആൾക്കാർ നോക്കി കാണുന്നത്. പല പ്രമുഖരായ വ്യക്തികളുടെയും മോഹൻലാലിന് പറ്റിയൊരു വില്ലൻ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ജനലക്ഷങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് ഡോൺലി മുതൽ ഇങ്ങേയറ്റം ഫഹദ് ഫാസിൽ വരെയുള്ള, ഇങ്ങേയറ്റമെന്നല്ല ഫഹദ് ഫാസിൽ വരെയുള്ള താരങ്ങളെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. മമ്മൂട്ടി ഒരു പക്ഷേ ഉണ്ടാകാം എന്ന് പറയുന്നു. എല്ലാം ഒരു എന്താ പറയുന്നത്, തോന്നലുകളാണ്. ആ തോന്നലുകൾ ഒരു പക്ഷേ നാളെ അത് യാഥാർത്ഥ്യമായാലോ എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇനിയും മെയിൻ വില്ലൻ വേറെ ഒരാൾ ഉണ്ടാകും എന്ന് തന്നെ തോന്നുന്നു. ഇപ്പം പൃഥ്വിരാജ് ഈ ക്യാരക്ടർ എല്ലാം പുറത്തു വിട്ടെങ്കിലും ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി, 1 or 2 വ്യക്തികൾ ഒരു പക്ഷേ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ട്രെയിലറുകളൊന്നും പുറത്തു വിടാനുള്ള സാധ്യതയില്ല എന്ന് തോന്നുന്നു. കാരണം ആകാംക്ഷയോടെ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളും ഉണ്ടല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം മറച്ചു വെക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം 3 മിനിറ്റ് 51 സെക്കൻഡ് ഒരു ട്രെയിലർ വരുമ്പോൾ, ടീസർ ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമായിരുന്നു. ഫാൻ ഷോകളും തിയേറ്റർ ആകെപ്പാടെ ബഹളമായോ ഒക്കെ ആയി. അതിനിടയിൽ ഇപ്പം ട്രെയിലറും കൂടെ വരുന്നു. എന്തായിരിക്കും ഇല്ലേ വൈബ്? എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ട്രെയിലർ പുറത്തു വിടാനാണ് സാധ്യത. അത് 1.5 സാധനമായിരിക്കും എന്ന് 100% ഉറപ്പാണ്. കാരണം ടീസർ വന്നപ്പം തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ഇപ്പം ട്രെയിലറും കൂടെ വരുമ്പം വേറെ ലെവൽ സാധനമായിരിക്കും. അതുപോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പലരും ഇൻ്റർവ്യൂ സമയത്ത് പലരും പറയുന്നുണ്ട് ഇത് ഞെട്ടിപ്പിക്കുമെന്ന്. ഞെട്ടിപ്പിച്ചോട്ടെ അല്ലേ, നമുക്കെന്താ കുഴപ്പം? നമ്മൾ കാണാൻ ആകാംക്ഷയോട് ഞെട്ടിച്ചാലും ഞെട്ടിപ്പിച്ചില്ലെങ്കിലും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് മലയാള പ്രേക്ഷകർ. കാരണം മലയാളത്തിലെ മാർച്ച് 27 എന്ന് പറയുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററിലും എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം കളിക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരു വല്ലാത്ത വൈബാണ്. എനിക്ക് തോന്നുന്നു അതൊരു അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയ്ക്കോ ഒന്നും കിട്ടാത്ത
ഒരു വൈബ് തന്നെയാണ് ഈ എമ്പുരാനുള്ളത്. അതുപോലെ റിലീഫിൻ്റെ ഡേറ്റ് എമ്പുരാനെ സംബന്ധിച്ച് നല്ല ടൈമിംഗ് ആണ്. ബാക്കിയുള്ള സമയത്ത് വെക്കേഷനാണ്. പടം കൊള്ളാം എന്ന് ഒന്ന് കേട്ടാൽ മതി. എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ സർവ്വകാല റെക്കോർഡുകൾ പലതും തകർക്കും. കാരണം 2 മാസം പിന്നെ വെക്കേഷനാണ്. പിന്നെ നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. പിന്നെ വമ്പൻ ഒരു ചിത്രം വരുന്നതെന്ന് പറയുമ്പോൾ ഫുക്ക മമ്മൂക്കയുടെ ഏപ്രിൽ 10-നാണെന്ന് തോന്നുന്നു. അപ്പം അതും നല്ലതാണെങ്കിൽ ആൾ കയറും. അതിനിടയിൽ എമ്പുരാന് കുഴപ്പമില്ല, അടിപൊളിയാണ് എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല. അപ്പം വിഷു നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മോഹൻലാൽ ചിത്രം മാത്രം വിജയിക്കാൻ മതിയെന്ന് ഞാൻ ആഗ്രഹമില്ല. എല്ലാവരെ പോലെ എൻ്റെ ചിത്രം മമ്മൂട്ടിയുടെ ചിത്രങ്ങളും വിജയിക്കട്ടെ. പക്ഷെ വിജയിക്കാത്ത ചിത്രങ്ങൾ വിജയമായി എന്ന് പറയാതിരുന്നാൽ മതി, അല്ലേ? പിന്നെ എമ്പുരാന് വേണ്ടിയുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് മോഹൻലാലിന് പറ്റിയൊരു വില്ലൻ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഡോൺ ലീ എന്ന് പറയുന്ന ആ കൊറിയൻ മോഹൻലാലിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിനും വലിയൊരാളുണ്ടോ എന്നുള്ളതാണ് പ്രതീക്ഷയോടെ നമ്മൾ കാത്ത്. എനിക്ക് തോന്നുന്നു അതിന് ട്വിസ്റ്റാകാം. അതിനും അപ്പുറത്ത് ആരെങ്കിലും ഒരു ഹിന്ദിയിൽ നിന്നൊരു വില്ലൻ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യ അരമണിക്കൂർ ഹിന്ദി ഭാഷയിലാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ആദ്യത്തെ അരമണിക്കൂർ ഹിന്ദിയാണ്. അതിൻ്റെ മലയാളത്തിൻ്റെ സബ് ടൈറ്റിൽ കാണും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ നിന്നൊരു വില്ലൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇന്ത്യയും വടക്കൻ മേഖലകളിലെല്ലാം തന്നെ ഇത് വലിയ ഹൈപ്പിലാണ് ഇത് റിലീഫ് ചെയ്യാൻ പോകുന്നത്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മോഹൻലാലും പൃഥ്വിരാജും എല്ലാം പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പലയിടത്തും ഫാൻ ഷോകളുണ്ട്. USA-യിലായാലും ജർമ്മനിയിലായാലും സിംഗപ്പൂരായാലും എല്ലായിടും ഫാൻ ഷോകൾ ഇതുണ്ട്. അതുപോലെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങൾ മോഹൻലാലും പൃഥ്വിരാജും സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ കാര്യമല്ലേ? മലയാള സിനിമ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ, അതിനൊരു കാരണമായി മാറട്ടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. ലോകം മലയാള സിനിമ ഉറ്റുനോക്കണം, മലയാളത്തിൽ ഏത് പടം ഇറങ്ങുന്നു എന്ന് ലോക സിനിമ നോക്കിക്കാണും. അതിൻ്റെ ഒരു ചുവടുവെപ്പാകാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രമുഖ നടന്മാരും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അണിയറ പ്രവർത്തകർ പലരും പറയുന്നുണ്ട് ഇത് ഞെട്ടിപ്പിക്കുന്നൊരു ചിത്രമായിരിക്കും. ഞെട്ടിപ്പിക്കട്ടെ. അതുപോലെ പലരുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് നൽകുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെയും അല്ലെങ്കിൽ നടനെയും നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അത് മറ്റാർക്കും ഇത്രമേലൊരു വൈബ് തരാൻ പറ്റത്തില്ല. അപ്പം ട്രെയിലർ ഇറങ്ങട്ടെ, അത് നമ്മളെ ഞെട്ടിപ്പിക്കട്ടെ. അതിനുശേഷം ചിത്രം അത് വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക മാത്രമല്ല, അത് ഏകദേശം ഉറപ്പാണ്. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ബൈ.